നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. പുതുവർഷത്തിൻ്റെ ആദ്യ ദിനത്തിൽ ജനുവരി 1-ാം തീയതി വ്യാഴാഴ്ച, പുതുവർഷത്തിൻ്റെ ആദ്യ ദിനത്തിൽ ഈ ഒരു ചെറിയ വസ്തു നിങ്ങളുടെ പേഴ്സിൽ വെച്ചു നോക്കൂ. വർഷം മുഴുവനും കൈ നിറയെ പണം വന്നു ചേരും. നിങ്ങളുടെ പേഴ്സ് ഒരിക്കലും പിന്നീട് അങ്ങോട്ട് കാലിയാകില്ല. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് ഞാൻ പറയാൻ പോകുന്ന വസ്തു നിങ്ങളുടെ പേഴ്സിൽ വച്ചാൽ ഉണ്ടാകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ധനത്തിനും ഉയർച്ചയ്ക്കുമുള്ള വഴി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരും. ഇവിടെ പറയാൻ പോകുന്നത് ജനുവരി 1-ാം തീയതി വ്യാഴാഴ്ച രാവിലെ ചെയ്യേണ്ട ഒരു ഉപായത്തെ പറ്റിയാണ്. ഇത് ഈ വർഷം തുടങ്ങുന്ന ദിവസം തന്നെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു കിട്ടും. ഈ വീഡിയോ തീർച്ചയായും അവസാനം വരെ കാണുക. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. എല്ലാവരും ഇത് ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം ശ്രദ്ധയോടെ ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തെളിയുന്നതിനും കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ഈ ചെറിയ വസ്തു അത്യാവശ്യമായി ഈ ദിവസം നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുക. ഇതൊരു സാധാരണ ഉപായമല്ല, വളരെ ശക്തിയാർന്ന ഒരു ഉപായമാണ്. ഈ ഉപായത്തെ പറ്റി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതെന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപായത്തെ പറ്റി പറയാം. നമ്മുടെ കയ്യിലിരിക്കുന്ന പേഴ്സ് പണം വയ്ക്കുവാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു വസ്തുവായി കണക്കാക്കരുത്. ലക്ഷ്മി ദേവിയുടെ സ്ഥാനം, അതുപോലെ ധനത്തിൻ്റെയും പോസിറ്റീവ് ഊർജത്തിൻ്റെയും സ്ഥാനം ഇവിടെ അലങ്കോലപ്പെട്ട് കിടന്നാൽ അവിടെ ലക്ഷ്മി ദേവി വസിക്കില്ല. പണം കയ്യിൽ നിലനിൽക്കുകയുമില്ല. ഒരു വ്യക്തിയുടെ ജീവിതം ചലിക്കുന്നത് തന്നെ ആ വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന പേഴ്സിനനുസരിച്ചിരിക്കും. അതാണ് പറഞ്ഞത്, ഒരു വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന പേഴ്സ് അലങ്കോലപ്പെട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അവ ജീവിതത്തിനു വേണ്ടി, സന്തോഷത്തിനു വേണ്ടി എന്തൊക്കെ ചെയ്താലും പേഴ്സ് പെട്ടെന്ന് കേടുവരും. ആരുടെ പേഴ്സാണോ കീറി നശിച്ച് കേടുവന്നിരിക്കുന്നതെങ്കിൽ അവരുടെ പേഴ്സിലേക്ക് പണം വരുമായിരിക്കും, പക്ഷെ അത് പെട്ടെന്ന് തീർന്നു പോകും. ചിലർ വർഷങ്ങളായി ഒരേ പേഴ്സ് തന്നെയായിരിക്കും കയ്യിൽ കൊണ്ട് നടക്കുന്നുണ്ടാവുക. അത് ചിലപ്പോൾ കീറിപ്പൊളിഞ്ഞ് ഒന്നിനും പറ്റാതെ ആയിട്ടുണ്ടാകും. എന്നാലും അവർ ആ പേഴ്സ് മാറ്റില്ല. എന്നാൽ എത്രയും വേഗം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേഴ്സ് മാറ്റുക. 2026 തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുതന്നെയാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേഴ്സ് ഉപയോഗശൂന്യമായ പേഴ്സ് ആണെങ്കിൽ അത് മാറ്റുക. എന്നാൽ പുതിയ പേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ തീരെ ചെറുതും ഒരുപാട് വലുതുമായ പേഴ്സ് തിരഞ്ഞെടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരു മീഡിയം സൈസ് പേഴ്സ് വേണം തിരഞ്ഞെടുക്കാൻ. ഡാർക്ക് മെറൂൺ, ഡാർക്ക് ബ്രൗൺ, നീല, പച്ച എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ തീരെ കളറ് കുറഞ്ഞതായത് വെള്ള, മഞ്ഞ, ചുവപ്പ് എന്ന നിറങ്ങൾ ഉത്തമമായി കണക്കാക്കുന്നില്ല. 2025 തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ പേഴ്സിലിരിക്കുന്ന എല്ലാ പേപ്പറുകളും എടുത്ത് പുറത്തു വയ്ക്കുക. ബില്ലുകൾ, നോട്ടീസുകൾ അങ്ങനെയുള്ള എല്ലാം പുറത്തു വയ്ക്കുക. 2026 ജനുവരി 1 മുതൽ ഇനി ഈ പറയുന്ന വസ്തുക്കൾ മാത്രമേ സൂക്ഷിക്കാൻ പാടുള്ളൂ. പുതുവർഷം രാവിലെ നിങ്ങൾ ചെയ്യേണ്ട ഉപായത്തെ പറ്റി പറയാം. വളരെ ലളിതമായ ഒരു ഉപായമാണ്. അതിനായി ഒരു ഏലക്കായ എടുക്കുക. നല്ല പച്ച ഏലക്ക നോക്കി എടുക്കണം. ഏലക്കയുടെ മഹത്വത്തെ പറ്റി നമുക്കറിയാം. ലക്ഷ്മി ദേവിക്ക് വിശേഷപ്പെട്ട വസ്തുക്കളിൽ ഒന്നാണ് ഏലക്ക. ഇനി ഇതിൽ പച്ച മഷി പേന കൊണ്ട് ഞാൻ പറയാൻ പോകുന്ന ഈ നമ്പർ എഴുതണം. 33 എന്ന നമ്പർ ലക്ഷ്മി ദേവിക്ക് വിശേഷപ്പെട്ട ഒരു നമ്പറാണിത്. ഇതുകൂടാതെ 3 + 3 = 6 എന്ന് കിട്ടും. ഇത് ശുക്രന്റെ നമ്പറാണ്. ലക്ഷ്മി ദേവിയുടെയും ശുക്ര ഭഗവാന്റെയും അനുഗ്രഹം ഒരുപോലെ ലഭിക്കുന്ന ഒരു നമ്പറാണിത്. കൂടാതെ വ്യാഴാഴ്ച ദിവസം കൂടിയാണ് ഇത് എഴുതി വെക്കുന്നത്. വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും കൂടി കിട്ടും. വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും ശുക്ര ഭഗവാന്റെയും അനുഗ്രഹം ഒരുപോലെ നിങ്ങൾക്ക് ലഭിക്കും. ഇത് പച്ചമഷിയുള്ള പേന കൊണ്ട് എഴുതിയ ശേഷം ഈ ഏലക്ക നിങ്ങളുടെ കയ്യിലെടുത്ത് ലക്ഷ്മി ദേവിയെ മനസ്സിൽ നല്ലതുപോലെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം. ഇത് നിങ്ങളുടെ പേഴ്സിൽ വയ്ക്കുക. പണത്തിന് ഒരു കുറവും ബുദ്ധിമുട്ടും ഉണ്ടാകരുതേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ഈ ഏലക്ക ഒരു ചുവന്ന കഷ്ണം തുണിയിൽ വെച്ച് കെട്ടി കിഴി പോലെ കെട്ടി നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുക.
ഇത് എപ്പോഴും എടുത്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ തന്നെ അങ്ങനെ തന്നെ വച്ചാൽ മതി. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടാകും. പണത്തിന് ഒരു കുറവും നിങ്ങൾക്കുണ്ടാവില്ല. ഇങ്ങനെ മറക്കാതെ എല്ലാവരും ചെയ്യുക. 1-ാം തീയതി ഏതു ഉപായം ചെയ്താലും അത് നടക്കാതിരിക്കില്ല. നന്ദി.